ശ്രീ അലക്സാണ്ടർ ജേക്കബ്, ഇന്ന് പുറത്തു വന്ന ഈ ദൃശ്യങ്ങൾ താങ്കൾ കണ്ടു കാണും. ഇത് കാണുമ്പോൾ പോലീസിന് പോലും രക്ഷയില്ലേ നമ്മുടെ കേരളത്തിൽ എന്ന് ജനങ്ങൾക്ക് സംശയം തോന്നിയാൽ അതിനെ തെറ്റു പറയാൻ കഴിയില്ല. ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നിയത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 16 ലക്ഷം കേസാണ് ഒരാണ്ടിൽ ഉണ്ടാവുന്നത്. അതുകൂടാതെ പ്രീവിയസ് ഇയേഴ്സിലെ കേസുകൾ ഒരു 16 ലക്ഷം പെൻഡിംഗ് ഉണ്ട്. ഈ 34 ലക്ഷം കേസ് അന്വേഷിക്കാൻ ആകെ ലോക്കൽ പോലീസിൻ്റെ കയ്യിലുള്ളത് AR ഉൾപ്പെടെ 32,000 പോലീസുകാരാണ്. അതിൽ കേസ് അന്വേഷിക്കാൻ അധികാരമുള്ളത് ഒരു 18,000 പേർക്ക് മാത്രം. അപ്പോൾ ഇത്രയും ജോലി തിരക്കുള്ള ഒരു സേനയാണ് പോലീസ് സേന എന്ന് പറയുന്നത്. ആ പോലീസ് സേന ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 പോലീസാണ്. വളരെ കൃത്യമായി ഇന്ത്യയിൽ ഉടനീളം കേസുകളിൽ കൺവിക്ഷൻ 29% ഉള്ളപ്പോൾ കേരളത്തിലത് 71%. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഇന്ത്യയിൽ 30 സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ പോലീസാണ് നമ്പർ 1 പോലീസ്. അപ്പോൾ ആ പോലീസ് ദൈനംദിന ജോലികളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അക്രമം ഉണ്ടാവാം. പക്ഷെ ജോലി കഴിഞ്ഞ് പ്രൈവറ്റ് ഡ്രസ് ഇട്ടുകൊണ്ട് ഒരു കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസിൻ്റെ വീര്യം തകർക്കുന്ന ഒരു പരിപാടിയാണ്. അതാര് ചെയ്താലും അത് പ്രശ്നമാണ്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല, ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെ അക്രമം നേരിടുന്നുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ 21 നമ്മൾ ഈ രക്തസാക്ഷിത്വ ഇത് പറഞ്ഞപ്പോൾ 655 പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇന്ത്യ ഒട്ടാകെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അറ്റാക്ക് ഡ്യൂട്ടി സമയത്ത് മാത്രമല്ല, അവർ വീട്ടിൽ പോകുന്ന സമയത്ത് അവരെ അറ്റാക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ പോലീസിന് സുരക്ഷിതത്വം ഇല്ലെങ്കിൽ പോലീസിന് ജോലി ചെയ്യാനൊക്കെയല്ല. കേരള പോലീസിൻ്റെ ജോലിയും അവർക്ക് കിട്ടുന്ന വേതനത്തിൻ്റെയും ഇത് വെച്ചിട്ടൊരു പഠനം നടത്തിയിട്ടുണ്ട്. ആ ക്വാളിറ്റി സർവീസ് പഠിച്ചപ്പോൾ പോലീസിന് 1 രൂപ ശമ്പളം കിട്ടുമ്പം 5 രൂപ 32 പൈസയുടെ ജോലിയാണ് കേരളത്തിലെ പോലീസിൽ നിന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത്ര ശ്രദ്ധേയമായി പോലീസ് ജോലി ചെയ്യുമ്പോൾ അവന് യൂണിഫോം ഇട്ട് ജോലി ചെയ്യുമ്പോഴും യൂണിഫോം ഇടാതെ അവൻ ജീവിക്കുമ്പോഴും അവന് പ്രൊട്ടക്ഷൻ കിട്ടണം. ആർമിയും CRPFും BSF ഒക്കെ ഡ്യൂട്ടി കഴിഞ്ഞവർ അവർ മിലിറ്ററി ക്യാമ്പിലോട്ടാണ് പോകുന്നത്. ഈ കേരളത്തിലെ പോലീസ് അങ്ങനെയല്ലല്ലോ. ഡ്യൂട്ടി കഴിഞ്ഞ് ഭാര്യയുടെ അടുത്തും കുട്ടികളുടെ അടുത്തും പോയില്ലേ. കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടുമ്പോഴോ ഭാര്യയോടൊപ്പം യാത്ര ചെയ്യുമ്പോഴോ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പോലീസ് നിർവീര്യമാക്കപ്പെടും. ഒന്നുകിൽ അവൻ ഡ്യൂട്ടിയിൽ നിർവീര്യമാവും, അല്ലെങ്കിൽ അവൻ പുറത്ത് പോകുമ്പോഴും ആയുധം കൊണ്ട് നടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവൻ എത്തിച്ചേരും. റിട്ടയർ ചെയ്ത DGP 2 പിസ്റ്റലും കൊണ്ടായിരുന്നു കേരളത്തിൽ നടക്കുന്നത്. ഇതിപ്പം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇതിനെ പ്രതിരോധിക്കുക, ഇതിനെ ന്യായീകരിക്കുക എന്നതിനപ്പുറം ചെയ്തത് ശരിയാണ് എന്ന തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ വരെ സ്ഥാപിക്കുന്നുണ്ട് കേരളത്തിൽ പലയിടങ്ങളിലും. സമൂഹ മാധ്യമങ്ങൾ തുറന്നാൽ അർഹിച്ചത് ആ പോലീസുകാരന് കിട്ടി എന്നുള്ളത് ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ കാണുകയാണ്. അപ്പോൾ തെറ്റാണെന്ന് ബോധ്യം ഇതുവരെ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ആ തെറ്റിനെ ന്യായീകരിക്കാൻ ചെയ്തത് ശരിയാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കൂടി ശ്രമം നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അല്ല, അതൊന്നും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. കേരളത്തിൽ ഒരു ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭരണകക്ഷിയുടെ ഒരു നേതാവ് കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസ് SIയെ അടിച്ചു. വേറൊരു ഭരണം നടക്കുമ്പോൾ അന്നത്തെ ഭരണത്തിൻ്റെ നേതാവ് കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് SIയുടെ കരണത്തടിച്ചു. അങ്ങനെ രാഷ്ട്രീയക്കാർ പോലീസിനെ ആക്രമിക്കുന്ന പലതവണയും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഡ്യൂട്ടി സമയം കഴിഞ്ഞു പോകുമ്പോൾ പിന്നെയും അറ്റാക്ക് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥന് 2 മാർഗ്ഗമേ ഉള്ളൂ. ഒന്ന് ഡ്യൂട്ടിയിൽ സ്ലാക്കാവുക, അല്ലെങ്കിൽ അവൻ പുറത്തിറങ്ങുമ്പോൾ സിവിലിയൻ ഡ്രസ്സിൽ പോകുമ്പോഴും ആയുധം കൊണ്ടു നടക്കുക. അറ്റാക്ക് ഉണ്ടായാൽ നേരിടാൻ വേണ്ടി ആയുധം കൊണ്ടു നടക്കുക. ഇപ്പം മണിപ്പൂരിലും ത്രിപുരയിലും ഒക്കെ നടക്കുന്ന പോലെ ആയുധം കൊണ്ടു നടക്കുക. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പീസ്ഫുൾ സ്റ്റേറ്റാണ്. ഇവിടെ പോലീസിനെ അങ്ങനെ ഒരു ഗതികേടിലോട്ട് എത്തിക്കുന്നത് വളരെ അപകടകരമായ ഒരു സംഭവമാണ്. ഇതിലിപ്പം അവർ പറയുന്ന ഒരു കാര്യം, ആ പുതുവത്സര ആഘോഷ സമയത്ത് ഒരു കാര്യവുമില്ലാതെ വോളണ്ടിയർമാരായി പോയ SFI പ്രവർത്തകരെ അവരുടെ തലയ്ക്കാണ് തല്ലിയത്. ആ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുള്ള അതിനുള്ളൊരു പ്രതികാരം എന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ SFI പ്രവർത്തകർക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ നിയമ സംവിധാനത്തിൽ വിശ്വാസമില്ലാത്തത്? അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി ഉണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാം. മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്തത്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാം. അങ്ങനെ ഒരു ശ്രമം നടത്താതെ പോലീസിനെ സ്കെച്ച് ചെയ്ത് പിന്നാലെ പിന്തുടർന്ന് മോളിൽ പോകുമ്പോൾ മാസ്ക് ധരിച്ചിട്ടുണ്ട് ആ പോലീസുകാരൻ, എന്നിട്ടും സ്കെച്ച് ചെയ്ത് അവിടെ എത്തി ആവർത്തിച്ച് പ്രകോപിപ്പിച്ച് തല്ലുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നിയമ സംവിധാനത്തിന്റെ ആവശ്യം എന്താണ് നാട്ടിൽ? ഇത് ഒരു പാർട്ടിയുടെ ഒന്നും പ്രശ്നമല്ല. ഏത് പാർട്ടി ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്.
ഉത്തർപ്രദേശിലെ SIയെ വെടിവെച്ചങ്ങ് താഴെ ഇട്ടു. അവൻ്റെ തോക്ക് പിടിച്ചു വാങ്ങിച്ച് വെടിവെച്ച് താഴെ ഇട്ടു. വല്ലതും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചിട്ടില്ല. അത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. തമിഴ്നാട്ടിൽ DMK ഭരിക്കുന്ന സംസ്ഥാനത്ത് അവരുടെ ഭരണകക്ഷി അണികൾ പോയി പോലീസിനെ ഭീഷണിപ്പെടുത്തിയില്ലേ? മധുരയിലിട്ട് വെടിവെച്ച് കൊന്നില്ലേ? അപ്പം അത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു കക്ഷിയുടെ ഭാഗമല്ല. ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഈ രാഷ്ട്രീയക്കാർക്ക് പോലീസിനെ ആക്രമിക്കാം എന്നൊരു ഫീലിംഗ് വരുന്നത് അപകടകരമാണ്. അത് കക്ഷി തിരിച്ച് നമ്മൾ വ്യാഖ്യാനിക്കേണ്ട. ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന സംഭവമാണ്. അതാത് ഭരണകക്ഷികൾ പോലീസിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ അറ്റാക്ക് ചെയ്യും. നിങ്ങൾ മഹാരാഷ്ട്രയിലെ സംഭവമില്ലേ? ഞാനിതിൽ രാഷ്ട്രീയം കലർത്തുകയല്ല ഞാൻ ചെയ്തത്. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച മനുഷ്യൻ, മരിച്ച നേതാവ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു IAS ഉദ്യോഗസ്ഥൻ SP വരട്ടുന്ന കണ്ടോ? അദ്ദേഹം നിര്യാതനായതുകൊണ്ട് അതിനെ പറ്റി പറയുന്നില്ല. നിങ്ങളെല്ലാം കണ്ടതല്ലേ? ഞാൻ ആ ദൃശ്യങ്ങൾ കണ്ടിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, മനസ്സിലായി. അപ്പോൾ ഇത് രാഷ്ട്രീയമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നമല്ല. ഇന്ത്യയിലെ ഭരണകക്ഷി ഏതൊക്കെ സംസ്ഥാനം ഏത് ഭരണകക്ഷി ഭരിക്കുന്നോ അവർക്കുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ പോലീസ് സുരക്ഷിതമല്ലെങ്കിൽ ഇവിടെ നീതിന്യായ വ്യവസ്ഥ തകർന്നു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന് ജീവിക്കാൻ പ്രയാസമായിട്ട് വരും. ഇതിപ്പം ആ പോലീസുകാരനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കണ്ടിട്ട് പോലീസുകാരനെ പിന്നാലെ പോയി പ്രകോപിപ്പിക്കുകയാണ്. എന്നിട്ടും ആ പോലീസുകാരനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ആദ്യം എടുത്തത്. അതൊക്കെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മജിസ്ട്രേറ്റ് സീൻ കാണുമല്ലോ. മജിസ്ട്രേറ്റ് സീൻ കണ്ടിട്ട് ന്യായമായിട്ട് പ്രവർത്തിച്ചോളും. അതായത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ചിലപ്പോൾ ബലഹീനത ഉണ്ടാവും. എനിക്ക് 33 കൊല്ലം കൊണ്ട് 32 ട്രാൻസ്ഫർ കിട്ടി. UDF LDF തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അവസാനം ലോ ആൻഡ് ഓർഡർ വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ പോയി ട്രെയിനിങ്ങുമെങ്കിലും അക്കാഡമിയിലൊക്കെ ഇരുന്നു ജീവിതകാലം മുഴുവൻ. കാരണം നട്ടലുള്ളവന് ഈ ലോ ആൻഡ് ഓർഡർ പ്രവർത്തിക്കാൻ പ്രയാസമാണ്. ഏത് ഭരണകക്ഷി ഇരുന്നാലും അത് വ്യത്യാസമൊന്നുമില്ല. അപ്പം ഇനിയും ഒരു മാറ്റം താങ്കൾക്ക് തോന്നുന്നുണ്ട്? എന്തെങ്കിലും ഒരു മാറ്റം ഇതിൽ ഉണ്ടാകുമെന്ന്? ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിതിയിൽ പോലീസിനെ ഇൻസുലേറ്റ് ചെയ്ത് നിർത്താൻ നിയമം ഉണ്ടാക്കിയില്ലെങ്കിൽ, ഒറിജിനൽ വല്ലഭായ് പട്ടേൽ പറഞ്ഞ പോലൊരു സിസ്റ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ ഏത് ഭരണകക്ഷി ഇരുന്നാലും പോലീസിനെ വളച്ചൊടിക്കാൻ നോക്കും. അത് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല.